നമ്മുടെ ചാനൽ തുടങ്ങിയ അന്ന് മുതൽ ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സംഭവങ്ങൾ ചെയ്യാനായിരുന്നു ഞാൻ പഠിപ്പിച്ചു തന്നിരുന്നത്. എന്നാൽ ഇന്ന് മുതൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ സംഭവങ്ങൾ ചെയ്യാനുള്ള കഴിവ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് പണം ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. നമ്മുടെ വീഡിയോ കാണുന്നവരിൽ ഒട്ടുമിക്ക പേര് എന്നെക്കാളും കഴിവുള്ളവരൊക്കെയാണ്. പക്ഷേ ഇപ്പോഴും അവരുടെ പണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നതിലുപരിയായിട്ട് അവരിലോട്ടൊന്നും പണം വരുന്നില്ല. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താ നമുക്ക് ഇന്നത്തെ വീഡിയോയോട് മനസ്സിലാക്കാം. നമ്മുടെ ഈ ഒരു വീഡിയോ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഇലക്ട്രോണിക്സ് പ്രോജക്റ്റ് ചെയ്യുന്നവർ, റോബോട്ടിക്സ് പ്രോജക്റ്റ് ചെയ്യുന്നവർ അവർക്ക് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ഒരു പ്രോബ്ലത്തെ മുന്നിൽ കാണുന്നുണ്ട്. ആ പ്രോബ്ലത്തിനുള്ള പരിഹാരമായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ആ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ പ്രോബ്ലം വെച്ചാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. നമ്മുടെ പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ബൾബ് യൂസ് ചെയ്യുന്ന സമയത്ത് കേട് വന്നു കഴിഞ്ഞാൽ വലിച്ചു തരികയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ നമുക്ക് ഇത് റെഡിയാക്കാൻ അറിയുന്നതുകൊണ്ട് തന്നെ റെഡിയാക്കിയാണ് നമ്മളെ വീട്ടിൽ തന്നെ യൂസ് ചെയ്യും. പക്ഷേ ഇത് മറ്റുള്ള വീട്ടിലുകാരൻ നോക്കുന്ന സമയത്ത് അവർക്ക് ഇത് റെഡിയാക്കാനോ ഒന്നിനും അറിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുക, ആ ബൾബും കാണാൻ എടുത്തതിന് ശേഷം പുറത്തോട്ട് വലിച്ചെറിയുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ വീട്ടിലൊക്കെ പോയിട്ട് ആവശ്യമില്ലാത്ത ബൾബ് പൊറുക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അത് റെഡിയാക്കിയാണ്ട് അവർക്ക് തന്നെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് വിൽക്കാൻ പറ്റും. ഞാൻ നമ്മുടെ കേട് വന്ന ബൾബിനെ ഡിപ്പെൻഡ് ചെയ്താണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് മനസ്സിലൊക്കെ ആയിട്ടുണ്ടാവും. നമ്മൾ പല പ്രോജക്റ്റൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ടാവും. എന്താ വെച്ചാൽ നമ്മുടെ വാട്ടർ ടാങ്ക് ഫുള്ളായിട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓട്ടോമാറ്റിക്കലി നിൽക്കാനുള്ള രീതിയിൽ നമുക്ക് പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ടാവുക. ആ സ്വന്തമായിട്ട് ചെയ്യുന്ന മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അപ്പോൾ അവരുടെ ടാങ്ക് കണക്ക് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് നിൽക്കാനായിട്ട് അതൊരു പ്രശ്നത്തിൻ്റെ പരിഹാരമാണല്ലോ. അപ്പോൾ അത് നിൽക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിൽ നിന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും പല രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് പല ഐഡിയാസും കാര്യമൊക്കെ നമുക്ക് തന്നെ കിട്ടുന്നതാണ്. നമ്മുടെ ബൾബും കാര്യമൊക്കെ ശരിയാക്കാൻ വേണ്ടിയാണ്ട് നമ്മുടെ ഉള്ളിലുള്ള ബോർഡും കാര്യമൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 10 രൂപയാണ് വരുന്നത്. അപ്പോൾ ഈ 10 രൂപ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈ ബൾബും കാര്യമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബൾബിനും കൂടെ ഒരു വില ഇട്ടുകൊണ്ടാണ് വിൽക്കാൻ പോകുക കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ബൾബും കാര്യമൊക്കെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ചെയ്ത് കണ്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ബൾബും കാര്യമൊക്കെ ശരിയാക്കാനും വേണ്ടിയാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ അകത്തുള്ള ബോർഡ് മാത്രം മാറ്റി കൊടുത്താൽ മതി. 2 വേറെ അതിലോട്ട് സോൾഡർ ചെയ്ത് കൊടുത്താൽ സംഭവം ശരിയാവുന്നതാണ്. അപ്പോൾ എന്തായാലും ചെറിയ വർക്കുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ 10 രൂപ മടക്കിയാലും മതി. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഏകദേശം കുറഞ്ഞ വില ഇട്ട് കണ്ട് നമുക്ക് വിൽക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നമുക്ക് നോക്കട്ടെ ഏകദേശം നമുക്ക് ഇത്രത്തോളം കുഴപ്പമില്ലാതെ വിലക്ക് ഇടാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എത്ര ടൈം എടുത്താണ് നമുക്ക് ശരിയാക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ. നമ്മുടെ ബൾബിൻ്റെ പണി ഇപ്പോൾ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അകത്തുള്ള ബോർഡ് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. കുറഞ്ഞ ടൈമിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാണ്ട് സംഭവം വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണമല്ലോ. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ആദ്യത്തെ ബൾബ് കാണിപ്പോൾ അങ്ങനെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ബൾബ് കാണിക്ക് ശരിയാക്കാൻ പറ്റുമോ? ഇതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറഞ്ഞ ടൈം ഇരുന്നാൽ മതി. പിന്നെ അതേപോലെ തന്നെ ആ ബോർഡ് ജസ്റ്റ് നമുക്ക് 10 രൂപക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഒരു 10 രൂപ മുടക്കി കഴിഞ്ഞാൽ പിന്നെ അതേപോലെ കേട് വന്ന ബൾബ് കൊടുത്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ സംഭവം വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ എത്ര ബൾബ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് നമുക്ക് പൈസ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ. സാധാരണ നമ്മൾ കടയിൽ നിന്ന് ഒരു ബൾബ് വാങ്ങണമെങ്കിൽ ഏകദേശം 50 രൂപ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇത് നമുക്ക് ഒരു 10 രൂപേൻ്റെ സാധനം മാത്രം മതി. പിന്നെ എവിടെയെങ്കിലും കാരണം കേട് വന്ന സാധനം ബൾബിൻ്റെ ഇത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റാക്കാൻ പറ്റും. നമ്മൾ ഈ ബൾബ് ചെയ്ത പോലെ തന്നെ ഈ ബൾബിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കേട് വന്ന ബൾബ് മറ്റുള്ളവരൊക്കെ വലിച്ചെറിയാം, അല്ലെങ്കിൽ പുതിയ ബൾബ് അവർ വാങ്ങുക ചെയ്യുക. പക്ഷേ ഇത് നമ്മൾ കേട് വന്നിട്ടുള്ള ബൾബ് നമ്മൾ മാറ്റിയതിന് ശേഷം പുതിയൊരു ബൾബ് ആക്കി മാറ്റി എന്നിട്ട് അതന്നെ അവരിലോട്ട് തന്നെ വിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നത്തെ കണ്ടു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൻ്റെ പരിഹാരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ വാട്ടർ ടാങ്കിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ വെബ്സൈറ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ വെബ്സൈറ്റ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതേപോലെ പുതിയ സ്കില്ലുകൾ പഠിക്കുക. അതേപോലെ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ആ പ്രശ്നത്തിനുള്ള പരിഹാരം നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് കണ്ടെത്താൻ പറ്റും നോക്കുക. അത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം പെട്ടെന്ന് നമ്മൾ ചെയ്യാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലാതെ ഇത് വെറുതെ ഇതിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുക എന്നതിലുപരിയായിട്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ ആദ്യം നോക്കുക. അപ്പോൾ ഗായ്സ് നമ്മൾ ബൾബ് ചിലപ്പോൾ സെറ്റാക്കി എടുത്തിട്ടുണ്ടോ. ഇനി നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഏകദേശം ഒരു 30 രൂപക്ക് വിൽക്കാണ്ടോ. അപ്പോൾ നമ്മളൊരു 10 രൂപയുടെ പീസ് മാത്രം എടുത്തതിന് ശേഷം ഒരു ബൾബിലോട്ട് മാറ്റിയപ്പോൾ ഒരു 30 രൂപയുടെ സാധനം ആയിട്ടുണ്ട്. എന്തായാലും ഇനി ആരെയും വാങ്ങായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ചുറ്റുവട്ടത്തുള്ള വീട്ടിലൊക്കെ പോയതിന് ശേഷം ആവശ്യമുണ്ടോ നമുക്ക് ചോദിച്ചതിന് ശേഷം 30 രൂപക്ക് കൊടുത്തു നോക്കാം. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു 30 രൂപക്ക് അവർക്ക് കൊടുത്തു നോക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ വിചാരിക്കുന്നുണ്ടോ. അപ്പോൾ ആരും വാങ്ങാൻ എനിക്കറിയില്ല, എന്തായാലും വാങ്ങായിരിക്കും. കാരണം നല്ലൊരു ബൾബ് ആണല്ലോ. ഒരു ജസ്റ്റ് ഒരു മാറ്റം വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. സംഭവം വർക്ക് ചെയ്യുന്ന ബൾബ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് അവർക്ക് 30 രൂപ കൊടുത്തു നോക്കാം കേട്ടോ. അപ്പോൾ ഓരോ വീട്ടിലായിട്ട് ചോദിച്ചു നോക്കാം നമുക്ക്. അപ്പോൾ ഗായ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഈ ബൾബും കാര്യമൊക്കെ തന്നെ നമുക്ക് ആരെയോടൊക്കെ വാങ്ങിപ്പിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വെറും 30 രൂപ നമ്മൾ വെച്ചിട്ടില്ല. അപ്പോൾ 30 രൂപക്ക് ആരും വാങ്ങുന്നു നോക്കാം. അപ്പോൾ എന്തായാലും ഓരോ വീട്ടിലൊക്കെ ആയിട്ട് ഇറങ്ങി ചോദിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് തൊട്ടടുത്തുള്ള വീട്ടിൽ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ചോദിച്ചു നോക്കിയതിന് ശേഷം നമുക്ക്
ഒരു ബൾബ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 30 രൂപ പറയുന്നത്. അപ്പോൾ 30 രൂപക്ക് അവർ വാങ്ങാതിരിക്കും. എന്തായാലും ചോദിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ താത്തയും കണക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് താത്താണ്ട് പറഞ്ഞു കൊടുക്കാം നമ്മൾ ഇന്ന സംഭവം ചെയ്യുന്നതെന്നുള്ളതൊക്കെ. അപ്പോൾ നോക്കി നമ്മൾ ഈ സംഭവം എന്താ വെച്ചാൽ നമ്മളൊരു പുതിയ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താ വെച്ചാൽ കണ്ടൻറ്റ് എന്താ വെച്ചാൽ നമ്മൾ ആവശ്യമില്ലാത്തൊരു ബൾബ് നമ്മൾ നന്നാക്കിയതിന് ശേഷം അത് ഇങ്ങനെ നല്ല വർക്ക് ചെയ്യുന്ന രീതിയിലോട്ട് മാറ്റിയതിന് ശേഷം അതൊരു 30 രൂപക്ക് വിൽക്കുക എന്നുള്ള കണ്ടൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഈ സംഭവം വാങ്ങാൻ? അപ്പോൾ എന്തായാലും നമ്മളോട് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏകദേശം 30 രൂപ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 30 രൂപയ്ക്ക് തന്നെ വാങ്ങാമായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് 30 രൂപയും കാര്യമൊക്കെ വാങ്ങാം. അപ്പോൾ എന്തായാലും സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചില്ലായിരുന്നു കേട്ടോ നമുക്ക് ഇങ്ങനെ സംഭവം ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ചെറിയൊരു ഐഡിയ കിട്ടിയപ്പോൾ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ കേട് വന്നൊരു ആ ബൾബിനെ ഏകദേശം 30 രൂപയുടെ സംഭവമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റ് പൈസയും കാണും വാങ്ങാം കേട്ടോ. അപ്പോൾ പൈസ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് പൈസ കാണാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ ബൾബ് കാണാൻ വിറ്റ് പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും രണ്ടാമത്തെ ബൾബ് ഉണ്ടാക്കണേ നമുക്ക് ആ രീതിയിലൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റത്തെ ബൾബ് ഏകദേശം 30 രൂപക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ബൾബിന് പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒരു മാറ്റം വരുത്തി. പിന്നെ സാധാ പോലെ തന്നെ ബൾബാണല്ലോ സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 30 രൂപ കൊടുക്കാനുള്ള സാധനം ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് 10 രൂപയുടെ സാധനം നമ്മൾ മാറ്റിയ ശേഷം 20 രൂപ എക്സ്ട്രാ കൂട്ടി 30 രൂപക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് 20 രൂപ ലാഭമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ സംഭവം ബിസിനസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനെ ഇതേപോലെ എന്തെങ്കിലും പുതിയ സംഭവം ആക്കിയതിന് ശേഷം അത് വിറ്റുകാണ്ടൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടോ. അതായത് വീഡിയോൻ്റെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇതാണ്. നമുക്ക് നമ്മളുടെ കഴിവ് ജസ്റ്റ് ഇതേപോലെ എന്തെങ്കിലും സംഭവമായിട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെറിയ രീതിയിലേക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ച്. അപ്പോൾ എന്താണ് പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് സംഭവം സെറ്റാക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം 20 രൂപ നമുക്ക് സെറ്റാക്കാൻ പറ്റി. നമുക്ക് ഈ സംഭവം ചെയ്യാനായിട്ട് വെറും ഒരു 10 രൂപ മാത്രമേ മുടക്ക് വന്നിട്ടുള്ളൂ. പക്ഷേ ഇത് നമുക്ക് വിറ്റ് കഴിഞ്ഞപ്പോൾ 20 രൂപ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ലാഭം തന്നെയാണ് എന്ത് നോക്കുകയാണെങ്കിലും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവും കാലം ഉണ്ടെങ്കിൽ അത് ഇതേപോലെ പുതിയ പറ്റി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് വെച്ചുകൊണ്ട് ഇതേപോലെ എന്തെങ്കിലും വെറൈറ്റി രീതിയിലുള്ള ഐഡിയ കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾക്ക് വന്നെങ്കിൽ വിറ്റ് നോക്കാം. അതല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിലൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് ഇതേപോലെ എന്തെങ്കിലും മറ്റു രീതിയിലോട്ട് മാറ്റി അതായത് ബിസിനസ് രീതിയിൽ എന്തെങ്കിലും സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കുഴപ്പമില്ലാതെ അതിലേക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇതൊക്കെ ആയിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും 10 രൂപ മുടക്കിയപ്പോൾ നമുക്ക് 20 രൂപ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. സംഭവം ഇതേക്കാണ് ബിസിനസ് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങളുടെ കഴിവ് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് രീതിയിൽ ചെയ്തതിന് ശേഷം അത് നിങ്ങൾക്ക് ഇതേപോലെ വിൽക്കാനോ ഇതിലൊക്കെ പറ്റും. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നിയപ്പോൾ ചെയ്തത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ അതേപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതിന് നല്ലൊരു വെറൈറ്റി വീഡിയോ വേണമെങ്കിൽ വീണ്ടും കാണാതിലേക്കും ഗുഡ് ബൈ. അപ്പോൾ ഇവിടുന്ന് വാങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റേ കടയില. അപ്പോൾ ഗായ്സ് നമുക്ക് ഐഡിയ ഇതിന് നല്ലൊരു വെറൈറ്റി വീഡിയോ വേണമെങ്കിൽ വീണ്ടും കാണാതിലേക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ അപ്പോൾ